ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ജിയോഗ്രഫി ക്ലാസ് ആരംഭിക്കുകയാണ്. ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങുന്നത്. അതിലെ ഒരു പോർഷൻ ആയിട്ടുള്ള പ്രോസസ് ഓഫ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷ താപ വ്യാപന പ്രക്രിയകൾ. പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷ താപവ്യാപന പ്രക്രിയകൾ. 4 ടൈപ്പാണുള്ളത്. അന്തരീക്ഷ താപവ്യാപന പ്രക്രിയകൾ എന്ന് പറയുന്നത് 4 ടൈപ്പാണുള്ളത്. 1 കണ്ടക്ഷൻ താപചാലനം, 2 കൺവെക്ഷൻ സംവഹനം, 3 അഡ്വെക്ഷൻ അഭിവഹനം, 4 റേഡിയേഷൻ വികിരണം. ഫസ്റ്റ് വൺ കണ്ടക്ഷൻ താപചാലനം. താപചാലനം എന്ന് പറയുന്നത് ഭൂമിയുടെ അല്ലെങ്കിൽ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിൽ മാത്രം താപം പകരുന്നതിനെയാണ് നമ്മൾ താപചാലനം എന്ന് പറയാം. ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. സെക്കൻഡ് വൺ കൺവെക്ഷൻ സംവഹനം. ഇപ്പൊ നമ്മള് താപചാലനം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എർത്ത് സർഫസിൽ നിന്ന് ചൂട് പിടിച്ച് കിടക്കുന്ന എയർ, വായു, അത് എന്ത് ചെയ്യാണ്? മുകളിലേക്ക് ഉയർന്ന് പൊങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? കൺവെക്ഷൻ അഥവാ സംവഹനം എന്ന് പറയാം. ഇപ്പൊ താഴെ മാത്രമേ ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യാണ്? ഈ ഒരു ഹീറ്റ് അല്ലെങ്കിൽ എയർ, ചൂട് പിടിച്ച് കിടക്കുന്ന എയർ മുകളിലേക്ക് ഉയർന്നു പൊങ്ങുമ്പോൾ ബാക്കിയുള്ള ഈ അന്തരീക്ഷങ്ങളിലും എന്തായിരിക്കും? ഹീറ്റ് അവിടേക്കും കൂടി പകരുന്നുണ്ട്, ചൂട് അവിടേക്കും കൂടി പകരുന്നുണ്ട്. തേർഡ് വൺ അഡ്വെക്ഷൻ അഭിവഹനം. അഭിവഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റിന്റെ തിരശ്ചീന തലത്തിലേക്ക് താപം വ്യാപിക്കുന്നതിനെയാണ് ഹോറിസോണ്ടലി ത്രോ വിൻഡ്. അതിനെയാണ് നമ്മൾ അഡ്വെക്ഷൻ അല്ലെങ്കിൽ അഭിവഹനം എന്ന് പറയും. കാറ്റ് ഏത് രീതിയിലേക്കാണോ പോകുന്നത് അവിടേക്ക് എന്താവും? ഹീറ്റ് അല്ലെങ്കിൽ ചൂട് അല്ലെങ്കിൽ താപം വ്യാപിക്കുന്നു. ഫോർത്ത് വൺ വികിരണം. അതായത് വികിരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭൗമോപരിതലം ചൂട് പിടിച്ച് അത് ദീർഘതരംഗങ്ങളായിട്ട് ഭൂമിയിൽ നിന്ന് അതിന്റെ എനർജി, അതായത് ഊർജം പുറം തള്ളുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ?